നമസ്കാരം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം 6 മണിക്കൂറിനിടെ 5 പേരെ വകവരുത്തിയ അഫാൻ നാട്ടിലെ നല്ല പിള്ള. ആഡംബര ജീവിതത്തിന് കടം വാങ്ങിക്കൂട്ടിയ അഫാൻ 8 വർഷം മുമ്പും എലിവിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. ബന്ധുക്കൾക്കാർക്കും തന്നോടും പിതാവിനോടും സ്നേഹമില്ലായിരുന്നുവെന്നും ആപത്ത് വന്നപ്പോൾ ആരും സഹായിച്ചില്ലെന്നുമാണ് അഫാൻ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. വെഞ്ഞാറമൂട് പനവൂരിലെ കോളേജിൽ ബിരുദ കോഴ്സ് പാതി വഴിയിൽ മുടക്കിയ ശേഷം അഫാൻ ജോലിയൊന്നും ചെയ്തിരുന്നില്ല. കുടുംബത്തിന്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും ബന്ധുക്കൾ സഹായിക്കാൻ തയ്യാറാകാത്തതുമാണ് കൊടും കുറ്റകൃത്യം ചെയ്യാൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന് അഫാൻ വെളിപ്പെടുത്തുമ്പോഴും ഈ 23-കാരന്റെ ജീവിതം ആഡംബര വഴിയിലായിരുന്നു. ബൈക്കുകളും മുന്തിയ ഇനം മൊബൈൽ ഫോണുകളും അയാളുടെ വീക്ക്നെസ് ആയിരുന്നു. അടുത്തിടെയും പുതിയ ബൈക്ക് വാങ്ങി. കൊലപാതകങ്ങൾക്ക് ശേഷം എലിവിഷം കഴിച്ച് ആദ്യ ആത്മഹത്യാ ശ്രമമല്ല ഇതെന്ന് ഒപ്പം കളിച്ചു നടന്നവർ തന്നെ സാക്ഷ്യപ്പെടുത്തി. 8 വർഷം മുമ്പ് വിഷം കഴിച്ചത് പുതിയ മൊബൈൽ ഫോണിന് വേണ്ടിയായിരുന്നു. അഫാൻ ലഹരി മരുന്നിന് അടിമയായിരുന്നുവെന്ന് പോലീസ് വിശ്വസിക്കുമ്പോഴും നാട്ടിൽ അത്തരം സൂചനകൾ ഒന്നും അയാൾ നൽകിയിരുന്നില്ല. എന്നാൽ അഫാൻ രാത്രി സഞ്ചാരി ആയിരുന്നുവെന്ന് അയൽക്കാർ പറയുന്നു. പഠനം പാതി വഴിയിൽ മുടക്കിയ അഫാൻ പിതാവിന്റെ ഗൾഫിലെ ബിസിനസ്സിൽ സഹായിക്കാൻ പദ്ധതിയിട്ടു. കോവിഡ് കാലത്ത് ബിസിനസ് തകർന്നതോടെ എല്ലാം നഷ്ടമായി. വിസിറ്റിംഗ് വിസയിൽ ഗൾഫിൽ പോയി മടങ്ങിയെത്തിയ അഫാന് നാട്ടിൽ സൗഹൃദങ്ങളും കുറവായിരുന്നു. സംഭവ ദിവസം രാവിലെ തന്റെ പിന്നിലൂടെ വന്ന അഫാൻ തന്റെ ഷാളിൽ പിടിച്ചിട്ട് ഉമ്മച്ചി എന്നോട് ക്ഷമിക്കുകയും പൊറുക്കുകയും വേണം എന്ന് പറഞ്ഞുവെന്ന് ഷമീന പോലീസിനോട് മൊഴി നൽകി. ക്ഷമിച്ചു മക്കളെ എന്ന് മറുപടി പറഞ്ഞപ്പോൾ കഴുത്തിൽ ഷാൾ മുറുക്കുന്നത് പോലെ തോന്നി. തുടർന്ന് ബോധം നഷ്ടപ്പെട്ടുവെന്നും അവർ വെളിപ്പെടുത്തി. അഫാൻ വിഷം കഴിച്ചതുമായി ബന്ധപ്പെട്ട് നടന്ന രാസപരിശോധനയിൽ ഉള്ളിൽ ചെന്ന എലിവിഷത്തിന്റെ അളവ് ചെറിയ തോതിൽ മാത്രമായിരുന്നുവെന്ന് അധികൃതർ പറഞ്ഞു. എലിവിഷം ശീതളപാനീയത്തിൽ ചേർത്താണ് കഴിച്ചതെന്നും പിന്നീടാണ് മദ്യപിച്ചതെന്നും അഫാൻ പോലീസിന് മൊഴി നൽകിയിരുന്നു. അതേസമയം അഫാനെ ഇനി കാണില്ലെന്നും കാണണമെന്ന് ആഗ്രഹിക്കുന്നില്ലെന്നും പിതാവ് അബ്ദുൾ റഹീം നേരത്തെ പറഞ്ഞിരുന്നു. കൂട്ടക്കൊലപാതകം നടന്ന ആ വീട്ടിലേക്ക് പോവാൻ കഴിയുന്നില്ലെന്നും റഹീം പറഞ്ഞു.